വഹാബിയാളെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങി. എത്ര ഇട്ടാ മൗലൂദിന് തെളിവ് ചോദിച്ചോണ്ട് നിൽക്കുന്നേ? തെളിവിന്റെ പൊന്നാര വഹാബിയാളെ നിങ്ങൾ കേട്ടുനോക്കി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ഇവിടെ വളരെ വ്യക്തമാണ്, നിങ്ങൾ സമൂഹത്തിലേക്ക് പുന്നാര മുത്ത് തങ്ങളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കൂ, അതിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടതെന്ന് മുഫസ്സിരിങ്ങൾ ഈ ആയത്തിനെ തൊട്ട് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാമല്ലോ. ഖാല ഇമാം സുയൂത്തി വഅഖ്റജ അബു ശൈഖ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫിൽ ആയ قال فضل الله العلم ورحمته محمد صلى الله عليه وسلم قال الله تعالى وما أرسلناك إلا رحمة للعالمين. കഴിഞ്ഞിട്ടില്ല, ഇമാം അബൂ ഹയ്യാൻ തങ്ങൾ പറയുന്നുണ്ട്, قال الإمام أبو حيان وقال ابن عباس رضي الله عنه فيما روى وحاق عنه الفضل العلم ورحمة محمد صلى الله عليه وسلم. കഴിഞ്ഞിട്ടില്ല, ഇമാം നാജി തങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇമാം ആലുസി തങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പൊ ഇതെന്നൊക്കെ നമുക്ക് എന്താണ് വളരെ കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഫളൽ കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ഇൽമും റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് പുന്നാര മുത്ത് തങ്ങളെയുമാണ് എന്നുള്ളത്. ഇതിലുപരി എന്ത് തെളിവാണ് വേണ്ടത്? അപ്പൊ പിന്നെ ആ തങ്ങളെ ജനിച്ച മാസം വരുമ്പോ, ആ ദിവസം നമ്മിലേക്ക് എത്തുമ്പോ സാധാരണയിൽ ഉള്ളതിലുപരി ഒന്നും കൂടി നമ്മൾ ആഘോഷിക്കണം. ഒരുപാട് വൃദ്ധ മജ്‌ലിസുകൾ നടത്തണം, മൗലിദുകൾ നടത്തണം. നമുക്ക് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റും അത്രത്തോളം നബിതങ്ങളെ പറ്റി പാടാ പറയാ, എന്തൊക്കെ നബിതങ്ങളെ പറ്റി നമുക്ക് ഹലാലായ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മുത്തുനബിയോട് മഹബത്തുണ്ട് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പൊ നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ള അവസരമാണ്. കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റും അത്രത്തോളം ന്യായീകരിച്ചോളി. മഅസ്സലാമ.